പറഞ്ഞിരുന്നു എന്തെങ്കിലും? ചേട്ടനെ കണ്ടിട്ടില്ല, ഞാൻ കുറേ ദിവസമായിട്ട്. ചേട്ടന് കുറേ ദിവസമായിട്ട് കണ്ടിട്ടില്ല. ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, ബന്ധപ്പെട്ടിട്ടുമില്ല, ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടുമില്ല. എന്നാ ഞാൻ വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കാറൊന്നുമില്ല. അങ്ങനെ ഷൈൻ ടോം ചാക്കോയുടെ ാണ് കണ്ടത്. ഷൈന്റെ സഹോദരനും അച്ഛനും സ്റ്റേഷനിലേക്ക് എത്തി. ജാമ്യത്തിൽ ലഭിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പോലീസ് സ്റ്റേഷനിൽ അടുത്ത നടപടിക്ക് വേണ്ടി നമ്മളും പ്രതീക്ഷിക്കുകയാണ്. അല്പം മുമ്പാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചത്. അതിന് പിന്നാലെയാണ് സഹോദരനും അച്ഛനും സ്റ്റേഷനിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മാനസികാരോഗ്യ പ്രശ്നം ആർക്കും ഉണ്ടാകാം. ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് ലഹരിയുടെ പിടിയിലാകുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഇന്ന കാറ്റഗറി എന്ന വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളെ ഇരകളായി കാണുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നത് നല്ല കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം, ശാസ്ത്രീയമായ മാർഗം തന്നെയാണ്. പക്ഷേ സിനിമയിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ കൊക്കെയിൻ കേസ്. അതിൽ ഷൈൻ ടോം ചാക്കോ പ്രതിയാകുന്നു. ആ കേസിൽ പോലീസ് നോക്കുകുത്തിയായി മാറിയെന്ന് കോടതിക്ക് തന്നെ വിമർശിക്കേണ്ടി വരികയും എല്ലാവരും സുഗമമായി ശിക്ഷയിൽപ്പെടാതെ ഇറങ്ങി നടക്കുകയും ചെയ്യുന്ന സ്ഥിതി. അതിന് ഇടയിലാണ് വീണ്ടും ഒരു നടിയുടെ ഭാഗത്ത് നിന്ന് ഒരു നടൻ ലഹരി ഉപയോഗിച്ച സെറ്റിൽ മോശമായി എന്ന പ്രതികരണം വരികയും അതിന് പിന്നാലെ പോലീസിലെ ലഹരി പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഡാൻസ് ഓഫ് സംഘം കൊച്ചിയിൽ ഒരു ഹോട്ടലിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയും അതിന്റെ പിന്നാലെ ഇപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഞാൻ സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്ന സ്ഥിതി വന്നത്. അപ്പോൾ സ്വാഭാവികമായും ലഹരിക്ക് എതിരായ നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി വിധേയമാക്കപ്പെടുകയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ ഷൈന്റെ പിതാവ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, സഹോദരനും എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഷൈനെ എപ്പോഴാണ് വിട്ടയക്കുക? അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയാണ്? ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ CP ചാക്കോയാണ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ജാമ്യത്തിൽ വിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജാമ്യത്തിൽ വിടണമെങ്കിൽ അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോ ആരെങ്കിലും ജാമ്യം നിൽക്കേണ്ടി വരും. ഇവിടെ അച്ഛനെ തന്നെ നേരിട്ട് പോലീസ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അച്ഛനും സഹോദരനും കൂടിയാണ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോ സ്റ്റേഷനുള്ളിലാണുള്ളത്. ജാമ്യ നടപടിക്രമങ്ങൾ അവിടെ പൂർത്തീകരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷൈൻ്റെ ഒപ്പം എത്തിയിരിക്കുന്ന അഭിഭാഷകരും ആ സ്റ്റേഷനുള്ളിൽ തന്നെയാണുള്ളത്. ഷൈൻ്റെ സഹോദരൻ സ്റ്റേഷനുള്ളിലേക്ക് വന്നിട്ടില്ല, പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അച്ഛൻ മാത്രമാണ് ഇപ്പോൾ അകത്ത് ഉള്ളത്. ഇവിടെ ജാമ്യത്തിൽ വിടുക എന്നത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ള നടപടിക്രമം. ആ നടപടിക്രമങ്ങൾ പോലീസ് ഉടൻ തന്നെ പൂർത്തീകരിക്കും. ഷൈൻ ടോമിനെ അച്ഛനൊപ്പം വിട്ടയക്കുകയും ചെയ്യും. ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് പോലീസിന് സ്റ്റേഷൻ ജാമ്യം തന്നെ നൽകാൻ കഴിയുന്ന കുറ്റങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് സ്റ്റേഷൻ തന്നെ ജാമ്യം അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലം വരിക എന്നതാണ്. അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും സമയം അതിന് എടുക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം മാത്രമേ ആ കാര്യത്തിൽ കൂടുതൽ നടപടികൾ പോലീസിനുണ്ടാകുന്ന ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു FIR രജിസ്റ്റർ ചെയ്തതോടുകൂടി പോലീസിന് ഈ നിയമപരമായി കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ പേരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്കും തെളിവ് ശേഖരണത്തിലേക്കും പോകാൻ കഴിയുമെന്നതാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ആ കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രധാനപ്പെട്ട വെല്ലുവിളിയും പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. പക്ഷേ ഇനി തെളിവുകൾ ഏത് നിലയിൽ, ഏത് തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. തീർച്ചയായും അതേപോലെ വൈദ്യപരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. ഇതൊക്കെ ഏറെ നിർണായകമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഷൈനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ്